വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് റാഡിഷ് കറി വെക്കാനാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തുള്ളൂ. അതിനുവേണ്ടി വേണ്ട കാര്യങ്ങൾ, ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ഒരു 4 കൊച്ചുള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് റാഡിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് റാഡിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മതിയാവും. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ റാഡിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചൊരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇതൊക്കെ ഇന്ന് ഇടാം. സവാള കൊച്ചുള്ളി കൊടുക്കുന്നു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. പിന്നെ ശകലം കരിവേപ്പില ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ റാഡിഷ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചിട്ട് അടുത്ത മസാലകൾ നമുക്ക് ചേർക്കാം. പൊടി ഒരു 1/4 ടീസ്പൂണ്, കായം ഒരു നുള്ളിടുന്നുണ്ട്, ഉലുവ ഒരു ശകലം ഇടുന്നുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. എരി ആവശ്യത്തിനനുസരിച്ച് ഇടണം. ഞാൻ 1 സ്പൂണേ ഇടുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് എരി ചേർക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇനി ഫ്ലെയിം ചേർന്ന് കൂട്ടിയതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് മൂക്കുന്നവരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലെയിം ശകലം കൂട്ടി വെച്ചേക്കുവാണ്. ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി, കറിവേപ്പില ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിന് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കറിന് വെള്ളമൊക്കെ പറ്റിയെന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ മലയാളികൾ അങ്ങനെ അധികം ഇത് കഴിക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.